Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Assalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അവൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠമായൊരു സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി കഴിയുന്നതുവരെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും വേണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നല്ല മകൻ, നല്ല ഭർത്താവ് എന്ന വിശാലമായ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് സുപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സമൂഹത്തിൽ ഏറ്റവും അനുഗ്രഹീതരായ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഈ രണ്ട് മേഖലകളിലും വിജയിക്കാൻ എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്ന് അതീവ ഗൗരവത്തോടുകൂടി ചിന്തിക്കുകയും ആലോചിക്കുകയും എവിടെയാണോ ന്യൂനതകൾ സംഭവിച്ചത് അത് പരിഹരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മാനവ സമൂഹത്തിൻ്റെ ചരിത്രം പറയുന്നിടത്ത് ഏറ്റവും നല്ല മകനെയും ചീത്തയായ ഒരു മകനെയും പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ ചരിത്രം ആരംഭിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് കാണാം, ഖാബീലിൻ്റെയും ഹാബീലിൻ്റെയും കഥ. അവർ രണ്ടുപേരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിച്ചു. ഒരാളുടെ ബലി അള്ളാഹു സ്വീകരിച്ചു, ഖാബീലിൻ്റെ ബലി അള്ളാഹു സ്വീകരിച്ചില്ല. അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ അസൂയ വരികയും ഖാബീൽ ഹാബീലിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും, ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യുമെന്ന് ഖാബീൽ പറഞ്ഞപ്പോൾ ഹാബീൽ തിരിച്ചു പറയുന്നൊരു മറുപടി ഏറെ ശ്രദ്ധേയമായ മറുപടിയാണ്. ഹാബീൽ പറഞ്ഞു, ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി, എന്നെ കൊല്ലാൻ വേണ്ടി താങ്കളുടെ കൈ എന്നിലേക്ക് നീണ്ടാലും ശരി, ഞാൻ ഒരിക്കലും എൻ്റെ കൈ നിന്നെ കൊല്ലാൻ നിന്നിലേക്ക് നീട്ടുകയില്ല. എന്നിട്ട് ഹാബീൽ പറയുന്ന പ്രൗഢമായൊരു വാചകമുണ്ട്, ഏതൊരു മനുഷ്യനെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വാചകം. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, നീ എന്നോട് ചെയ്യുന്ന ഈ അതിക്രമങ്ങൾക്ക് അതേ നാണയത്തിൽ ഞാൻ മറുപടി പറയാതിരിക്കുന്നത്
അതേ നാണയത്തിൽ ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത് ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ ഏകനായ സർവാധിനാഥനായ റബ്ബിൽ വിശ്വസിക്കുകയും ആ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ പേടിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്, ആ ആദർശം സ്വീകരിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തതും പറയാത്തതുമെന്ന് ഹാബീൽ പറയുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു മനുഷ്യനെയും ഏറ്റവും നല്ല മനുഷ്യനാക്കുന്നത് ഈ ചിന്തയും ബോധവുമാണ്. ഏകനായ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത, റബ്ബിന്റെ വിചാരണയെക്കുറിച്ചുള്ള ബോധം, പരലോകത്ത് വരാനിരിക്കുന്ന വിചാരണയും സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള ചിന്ത, ഇതാണ് ഏതൊരു മനുഷ്യനെയും ഏറ്റവും നല്ല മനുഷ്യനാക്കി തീർക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ വാചകങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു, ജീവിതത്തിൽ ഏറ്റവും നല്ല മകനായി നമ്മൾ മാറണം. ഏറ്റവും നല്ല മകൻ, മാതൃകായോഗ്യനായ മകനായി നമ്മൾ മാറണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിഅ്റാജിന്റെ യാത്രയിൽ സ്വർഗത്തിൽ നിന്നൊരു സുന്ദരമായ, ഏതൊരു മനുഷ്യനെയും ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടു. ഇത് കേട്ടപ്പോ ഇതാരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചപ്പോൾ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് വിവരം കിട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഉം മിഅ്റാജും കഴിഞ്ഞ് ജനങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഏറ്റവും മനോഹരമായ ഒരു ഖുർആനിന്റെ പാരായണം കേട്ടു. ആരുടേതാണെന്ന് അന്വേഷിച്ചപ്പോ അത് ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റേതാണെന്ന് എനിക്കറിയാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് ഹാരിസത്ത് ബിൻ നുഅ്മാനിന് ഇത്രയും അനുഗ്രഹീതമായ പദവി ലഭിച്ചത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഒരു പോയിന്റ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ ഇത്രയും സുന്ദരമായി വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്ത വ്യക്തി ഹാദാ റജുലു അക്തറു ബാറൻ ലിഉമ്മിഹി, ഉമ്മയോട് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നവരായിരുന്നു. ഈ മനുഷ്യൻ ഉമ്മയോട്, ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു മാതാവിനോട് ഏറ്റവും നന്നായി നന്മ ചെയ്യുന്നവരായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഹൃദയത്തിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കും, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? സ്വർഗമാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആ മാതാവിനെ ചേർത്ത് പിടിക്കുക, ആ മാതാവിനെ സ്നേഹിക്കുക, ആ മാതാപിതാക്കളെ ബഹുമാനിക്കുക, ആ മാതാപിതാക്കളുടെ കൽപ്പനകൾക്കനുസൃതമായി ജീവിതത്തെ ക്രമീകരിക്കുക, അവർക്കെല്ലാ നിലയിലും നന്മകൾ ചൊരിഞ്ഞു കൊടുക്കുക. ഇതാണ് ഒരു നല്ല മകൻ ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, കദാലികുമുൽ ബിർ, അപ്രകാരമായിരിക്കും ഉമ്മയോട് നന്മ കാണിക്കുന്നവന് അള്ളാഹു കൊടുക്കുന്ന സമ്മാനം. ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ കാണാം ഒരു നല്ല മകന്റെ നിരവധി അനവധി ഉദാഹരണങ്ങൾ. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അറിയപ്പെട്ട മുഫസ്സിറാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം പറയുന്നിടത്ത് കാണാൻ പറ്റും, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാപ്പ മരിച്ചു. വാപ്പാന്റെ സ്വത്തെല്ലാവരും ഇങ്ങനെ ഓഹരി വെക്കുന്ന സമയത്ത് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വാപ്പാന്റെ സ്വത്ത് നിങ്ങൾ എല്ലാവരും എടുത്തോ, എനിക്ക് വേണ്ട. എന്റെ ഭാഗം കൂടെ നിങ്ങൾ എല്ലാവരും എടുത്തോ, എനിക്ക് വേണ്ട. എനിക്ക് വാപ്പാന്റെ സ്വത്തിന്റെ കൂട്ടത്തിൽ അമൂല്യമായൊരു സ്വത്ത് എന്റെ പിതാവ് ഇവിടെ വിട്ടേച്ചു പോയിട്ടുണ്ട്. അതേതാണെന്നറിയോ? അതെന്റെ ഉമ്മയാ, എനിക്കത് മതി. എനിക്കത് മതി. ഇങ്ങനെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹൃദയരായ സഹോദരങ്ങളെ, യുവാക്കളെ, നമ്മുടെ മാതാവിനെ അമൂല്യമായൊരു നിധിയായി ജീവിതത്തിൽ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അമൂല്യമായൊരു നിധിയായി ഇസ്ലാമിക ചരിത്രം പഠിക്കുന്നിടത്ത് നമുക്ക് കാണാം, മഹാന്മാരായ താബിഈ പണ്ഡിതന്മാർ
സ്വന്തം മാതാപിതാക്കളോട് സ്വീകരിച്ച സമീപനങ്ങൾ, മാതൃകായോഗ്യമായ സമീപനങ്ങൾ നമ്മൾ പഠിക്കണം, നമ്മൾ അറിയണം. എന്തിന്? നല്ലൊരു മകനായി മാറാൻ, മാതൃകായോഗ്യനായ ഒരു മകനായി മാറാൻ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അവരുടെ തൃപ്തി ലഭിക്കുന്ന, ജീവിതത്തിലെന്നും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മക്കളായി മാറാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരെ പഠിപ്പിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. രണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്നവരെ, ഈ ഹദീസുകളൊക്കെ മുന്നിൽ വെച്ചിട്ട് ചില സുപ്രധാനമായ ചില ചോദ്യങ്ങൾ. ബാല്യവും ശൈശവവും കഴിഞ്ഞ് യൗവനത്തിന്റെ ചുറുചുറുക്കിന്റെ കാലഘട്ടത്തിലേക്ക് കയറി വന്നപ്പോ ജീവിതത്തിൽ ഏറ്റവും ബന്ധം നമ്മൾക്ക് ആരോടാണ്? നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ബന്ധം ആരോടാണ്? നമ്മുടെ കൂട്ടുകാരോടോ നമ്മുടെ മാതാപിതാക്കളോടോ? നിങ്ങൾ ആലോചിച്ചു. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ബന്ധം ആരോട്? നമ്മുടെ മാതാപിതാക്കളോടോ നമ്മുടെ കൂട്ടുകാരോടോ? നമ്മുടെ കൂട്ടുകാർ നമ്മളോട് എന്താവശ്യപ്പെട്ടാലും ഉടനടി അത് നമ്മൾ ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുത്തില്ലെങ്കിലോ അവൻ വിചാരിക്കും അവനോടുള്ള ഫ്രണ്ട്ഷിപ്പ് കുറഞ്ഞുകൊണ്ടാണ്. പേടിച്ചിട്ട് എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് ചെയ്തു കൊടുക്കും. സ്വന്തം പേരൻസ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളോ തിരസ്കരിക്കും, പരിഗണിക്കില്ല. എവിടെയാണ് സഹോദരങ്ങളെ ഒരു നല്ല മകനായി നമുക്ക് മാറാൻ കഴിയുക? മഹാനായ മദീനയിലെ പ്രഗൽഭനായ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ അബ്ബാദ് റഹിമഹുല്ലാ ഹഫിളഹുല്ലാ, അദ്ദേഹം മാതാപിതാക്കളോട് പെരുമാറുന്ന 5 ഇനം മക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നെന്തറിയോ? ഇത് വളരെ പെട്ടെന്ന് പറഞ്ഞു വേണം. ഒന്നാമത്തെ എന്തറിയോ? ഒന്നാമത്തത്, മാതാപിതാക്കൾ പറയുന്നത് അവരനുസരിക്കും. മാതാപിതാക്കൾ പറയുന്നത് അവരനുസരിക്കൂല. ഫഹഉലാഇ ഹുമുൽ ആഖുൻ, അവരാണ് സത്യത്തിൽ ധിക്കാരികളായ മക്കൾ, എന്തു പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കൾ. ഈ 5 പോയിന്റും നമ്മൾ ഏതാണ് അതിലെന്ന് നമ്മൾ പരിശോധിക്കണം. ഒന്നാമത്തത്, എന്തു പറഞ്ഞാൽ അനുസരിക്കൂല. സത്യത്തിൽ സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മാന്റെ അടുക്കലേക്ക് ചെന്നിട്ട് നമ്മളെപ്പറ്റി ചോദിച്ചാൽ നമ്മുടെ ഉമ്മ എന്താ നമ്മളെപ്പറ്റി പറയാ? നമ്മളെപ്പറ്റി നമ്മുടെ മാതാപിതാക്കൾ നമ്മളെപ്പറ്റി എന്തു പറയും? വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. 2, മാതാപിതാക്കൾ പറയുന്നതൊക്കെ അനുസരിക്കും. എങ്ങനെയെന്നറിയോ? വഹും കാരിഹുൻ, വെറുപ്പോടുകൂടി. ചെയ്തു കൊടുക്കണ്ടേ? എപ്പോ നോക്കിയാലും സാധനം വാങ്ങണം, അത് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോകണം. വെറുപ്പോടുകൂടി പാരൻസിന് അനുസരിക്കുന്ന ആളുകൾ. മൂന്നാമത്, പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. എന്താണ് മൂന്നാമത്തെ കാര്യം? മൂന്നാമത്തെ വിഭാഗം, അവർ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കും. എങ്ങനെ അനുസരിക്കും? അവർ മാതാപിതാക്കൾ പറയുന്നൊക്കെ അനുസരിക്കും, പക്ഷേ അതെടുത്തു പറഞ്ഞ് അവരെ വേദനിപ്പിക്കും. അല്ലേ? അവർ പറയുന്നൊക്കെ കേൾക്കും, എന്നിട്ട് പറയും, അന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആരാ ഉണ്ടായിരുന്നു? ഞാനല്ലേ. അന്ന് നിങ്ങൾ കല്യാണത്തിന് കൊണ്ടുപോകാൻ അല്ലേ കാക്ക ഏറ്റതായിരുന്നു, കാക്ക വന്നില്ല, ആരാ കൊണ്ടുപോയത്? ഞാനല്ലേ. എന്നിട്ട് ഞാനൊരു 500 രൂപ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റൂലല്ലേ. നമ്മുടെ സമീപനങ്ങളാണിത്. ഇനി പറയാം നാലാമത്തത്, മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും നല്ല മനസ്സോടുകൂടി അനുസരിക്കുന്നവർ. അഞ്ചാമതൊരു വിഭാഗമുണ്ട്, അതാരാ? പാരൻസ് പറയുന്നതിന് മുമ്പ് അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നവർ. ഇവരാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവർ. എൻ്റെ മുന്നിലിരിക്കുന്ന യുവാക്കളെ, ഈ 5 കൂട്ടത്തിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുക? ഈ 5-ൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മൻ അഹബ്ബ അൻ യമുദ്ദ ലഹു ഫീ ഉംരിഹി, ഒരാളുടെ ആയുസ് ദീർഘിച്ചു കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, വഅയ്യുസാദ ലഹു ഫീ റിസ്ഖിഹി, തൻ്റെ റിസ്ക് വിശാലമായി കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫല്യബർറ വാലിദൈഹി, അവൻ്റെ മാതാപിതാക്കൾക്ക് അവൻ നന്മ ചെയ്യട്ടെ.
മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നൊക്കെ പറയുമെന്നറിയോ, ആളുകൾ എത്ര പറഞ്ഞാൽ അങ്ങോട്ട് ഉൾക്കൊള്ളൂല. അതെന്താ അറിയോ? മാതാപിതാക്കൾ നഷ്ടപ്പെടണം, അപ്പോഴേ വില അറിയുള്ളൂ. ഉമ്മയുപ്പൊന്ന് നഷ്ടപ്പെട്ടു നോക്കണം, അപ്പോഴേ വില അറിയുള്ളൂ. ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, നഷ്ടപ്പെട്ടവർക്കറിയാം. കണ്ണ് നഷ്ടപ്പെടുമ്പോഴേ കണ്ണിൻ്റെ വില അറിയുള്ളൂ. ഇപ്പം കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ എൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി യാത്രയുടെ ഇടയിലാണ് മരണം. 32 വയസ്സേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും കൂടെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഭാര്യ ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയുന്നതിനിടയിൽ, സംസാരത്തിൻ്റെ ഇടയിൽ പിന്നെ ഭാര്യയുടെ കമൻറ്റ് വരുന്നില്ല. വണ്ടി നിർത്തി നോക്കുമ്പോൾ ചെറിയ കുട്ടി ഇങ്ങനെ ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് ഊർന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അദ്ദേഹം വണ്ടി നിർത്തി ഡോർ ഓപ്പൺ ചെയ്ത് കുട്ടീനെടുത്തു. നോക്കുമ്പോൾ ഭാര്യയെ വിളിച്ചു. ഭാര്യ ഉണരുന്നില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. മരിച്ചു. അദ്ദേഹം പറയാണ്, ആ 2 മക്കളെയും 9 മാസമായ ചെറിയ മോനും 4 വയസ്സുള്ള പെൺകുട്ടിയും, ആ 4 വയസ്സുള്ള പെൺകുട്ടി ആകാശത്ത് ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് ചോദിക്കും അപ്പനോട്, അപ്പാ ഉമ്മച്ചി അതിലല്ലേ ഉള്ളത്? എന്നാ നമ്മൾ അങ്ങോട്ട് പോവാൻ. മാതൃത്വത്തിൻ്റെ വേദന സഹോദരങ്ങളെ, അതൊരു വല്ലാത്ത വികാരമാണ്. നമ്മുടെ ഉമ്മ ഒരു വികാരമാണ്. നമ്മുടെ ഉമ്മ ജീവിതത്തിലെ നമ്മുടെ സമ്പത്താണ്. സഹോദരങ്ങളെ, ഒരിക്കലും ആ കണ്ണെന്ന് കണ്ണീര് വരരുത്. ആ കണ്ണ് നമുക്ക് വേണ്ടി കരയരുത്. ഒരിക്കലും ആ മനസ്സുകളെ വേദനിപ്പിക്കരുത്. ഒരിക്കലും അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു പ്രവർത്തനത്തിലും നമ്മൾ ഏർപ്പെടരുത്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഗൗരവതലത്തിൽ കാണേണ്ട വിഷയമാണ്. രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കൊക്കെ വൃത്തികേടുകൾ ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. ആരെ? വാപ്പാനെ. 65 70 വയസ്സുള്ള വാപ്പാനെ വിളിച്ചു വരുത്തിയിട്ട് പറയാണ്, മോൻ്റെ ബാഗിൽ കഞ്ചാവാണ്. ജീവിതത്തിൽ ഇന്നുവരെ പോലീസ് സ്റ്റേഷൻ കാണാത്ത വാപ്പ പോലീസുകാരനെ കണ്ട് മകന്റെ ചെയ്തികൾ കേട്ട് വേദനിക്കുന്നു, കണ്ണീരൊലിപ്പിക്കുന്നു. അവിടുന്നെങ്ങാനും വാപ്പാന്റെ കണ്ണൊന്നൊരിത്തിരി കണ്ണീര് വീണ് ആ വാപ്പങ്ങാനും നമുക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കൂല മക്കളെ. റസൂലുള്ള പറയാ, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അള്ളാഹു തട്ടിക്കളയാത്ത 3 പ്രാർത്ഥന ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രാർത്ഥന എന്താ അറിയോ? മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അള്ളാഹ് തട്ടിക്കളയില്ല. ജീവിതത്തിൽ ഒരിക്കലും അവർ നമുക്കെതിരെ പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഈ ജീവിതത്തിൽ നമ്മൾ സൃഷ്ടിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അനിയന്മാരെ, യുവാക്കളെ, സഹോദരങ്ങളെ, ഏറ്റവും നല്ല മകനാകണം നമ്മൾ. അവർ ജീവിക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ, സമാധാനം പകർന്നു കൊടുക്കാൻ, ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും അവർക്ക് അവരുടെ ഹൃദയങ്ങളിൽ സമാശ്വാസത്തിൻ്റെ കുളിർമഴയായി അവരുടെ ഹൃദയങ്ങളിലേക്ക് പെയ്തിറങ്ങാൻ നമുക്ക് സാധിച്ചാൽ അവരുടെ തൃപ്തി കിട്ടിയോ? അള്ളാന്റെ തൃപ്തി കിട്ടി, സ്വർഗം കിട്ടും. ഇതല്ലാത്തൊരു നീയത്ത് നമ്മുടെ മുമ്പിൽ ആരുടെ മുമ്പിലുമില്ല. ഇനി രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നല്ല ഭർത്താവാകണം. സഹോദരങ്ങളെ, കുടുംബജീവിതത്തിൻ്റെ ഈ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ പ്രധാനമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഏറ്റവും നല്ല ഭർത്താവിന് നമ്മൾ പഠിക്കേണ്ടത് മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് ഏറ്റവും നല്ല ഭർത്താവിന് പഠിക്കേണ്ടത്. 11 ഭാര്യമാരുടെ കൂടെ ജീവിച്ചു. 9 ഭാര്യമാർ മരിക്കുന്ന സമയത്തുണ്ട്. ഈ 11 ഭാര്യമാരും ഈ 9 ഭാര്യമാരും ഒരേ സ്വരത്തിൽ ഭർത്താവിനെ കുറിച്ച് പറയാൻ ഏറ്റവും നല്ല ഭർത്താവാണ്. ഒരു മനുഷ്യന്റെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താ അറിയാം? ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അത് പ്രകടമാകുന്നത് എവിടെയാണെന്നറിയാം? അങ്ങാടിയിലല്ല. ഇപ്പം എന്നെപ്പറ്റി എൻ്റെ നാട്ടിൽ വന്നിട്ട് അങ്ങാടിയിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെയുണ്ട് മൂപ്പര്, ചിരിക്കുന്ന ആളല്ലേ, നിര്യാണിക്ക് മുകളിൽ പെയിൻ്റൊക്കെ ഇട്ടിട്ട് നടക്കുന്നത്, നല്ല മനുഷ്യനാട്ടോ, നല്ല പെരുമാറ്റാണ്, ആളുകളൊക്കെ നല്ല ഇടപെടാനൊക്കറിയാം. എന്നാൽ എൻ്റെ വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിൽ എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ സമീപനം എന്താണ്? അതാണ് ഞാൻ. എൻ്റെ ഫാത്തിമാനോട് ചോദിക്കുക, ഫാത്തിമ അങ്ങനെയുണ്ട്, ഖദീജ അങ്ങനെയുണ്ട്. അവിടെയാണ് ഞാനൊരു നല്ല ഭർത്താവാണോ എന്ന് തീരുമാനിക്കുന്നത്.
ഞാനൊരു നല്ല വ്യക്തിത്വമാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് അവിടെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വ്യക്തിത്വം പ്രകടമാകുന്നത് നമ്മുടെ വീട്ടിലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പഠിപ്പിച്ചെന്നറിയോ? അക്മലുൽ മുഅ്മിനീന ഈമാനൻ, ഒരു മനുഷ്യന്റെ ഈമാൻ പരിപൂർത്തീകരിക്കപ്പെടുന്നത് അൽതഫഹും ബി അഹ്ലിഹി, തന്റെ കുടുംബത്തോട് ഏറ്റവും മൃദുലമായി പെരുമാറുമ്പോഴാണ്. ഏറ്റവും മൃദുലമായി പെരുമാറുമ്പോൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റിഫ്കൻ ബിൽ ഖവാരീർ, ഒരു സ്ഫടികത്തോട് സ്വീകരിക്കുന്ന സമീപനമാണ് നമ്മുടെ ഭാര്യമാരോട് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരു സ്ഫടികം നമുക്ക് തോന്നുന്ന സമയത്ത് അങ്ങോട്ട് ഇട്ടിടും, അത് വലിച്ചെറിയോ, പൊട്ടിപ്പോകും. അതുകൊണ്ട് ഒരു സ്ഫടികം എങ്ങനെ കൈകാര്യം ചെയ്യുക? വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ഭാര്യമാരെ കൈകാര്യം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മൃദുലമായി സംസാരിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഭർത്താക്കന്മാരെ, നമ്മുടെ ഭാര്യമാരെ നമ്മൾ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം, അർഹിക്കുന്ന പരിഗണന കൊടുക്കണം, ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ വിചാരമുള്ള ചിന്താശേഷിയുള്ളവരാണ് ഭാര്യമാരെന്ന തിരിച്ചറിവ് ഭർത്താക്കന്മാരെ നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഖുർആൻ എന്തു പറഞ്ഞെന്നറിയോ? വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, നല്ല വാക്കുകളിലൂടെ അവരോട് സഹവസിക്കണം, നല്ല പ്രവർത്തനങ്ങളിലൂടെ അവരോട് സഹവസിക്കണം, നല്ല സമീപനത്തിലൂടെ അവരോട് സഹവസിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ. വഇൻ കരിഹ്തുമൂഹുന്ന, ഇനി നിങ്ങൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന വല്ലതും കണ്ടാൽ, അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് നന്മയായേക്കാം. അവിടെ നിങ്ങൾ ക്ഷമിക്കണം. ക്ഷമിക്കാനും സഹിക്കാനും ചില സന്ദർഭങ്ങളിൽ നമുക്ക് സാധിക്കണം. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഭാര്യൻ്റെ വാക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ, നമ്മുടെ ഭാര്യൻ്റെ സംസാരം ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരറ്റൊന്ന് കൊടുക്കാനൊക്കെ തോന്നും. അവിടെ എന്ത് ചെയ്യണമെന്നറിയോ? ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിച്ചാൽ ഇങ്ങോട്ട് നോക്കണേ, അത് നിങ്ങൾക്ക് ഖൈറാണ്. ഇത് ഞാനല്ല പറഞ്ഞത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കാൻ. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതറിയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ? ഒരു പുരുഷൻ ഒരു പെണ്ണിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒരു പുരുഷൻ ഒരു പെണ്ണിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, റെസ്പെക്റ്റ്. എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, എന്നെ ബഹുമാനിക്കണം എൻ്റെ ഭാര്യ. എല്ലാ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. 2, ഒബേ, അനുസരിക്കണം. എൻ്റെ ഭാര്യ എന്നെ അനുസരിക്കണം, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. മൂന്നാമത്തത് സെക്സ്. ഇത് മൂന്നുമാണ് ഒരു പുരുഷൻ ഒരു പെണ്ണിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഒരു പെണ്ണ് ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. അതെന്താ അറിയാം? പരിഗണന. ഏതൊരു പെണ്ണും ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പരിഗണന. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ സമയത്ത് ഭാര്യ നല്ല തലവേദന എന്ന് പറഞ്ഞു. നല്ല തലവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആയിക്കോട്ടെ, തലവേദനയാണല്ലേ, ശരി. അത് നമ്മൾ എന്ത് ചെയ്തു? ഭാര്യനോട് പറഞ്ഞു, ഫാത്തിമ, ഇന്ന് രാവിലെ നീ ഒന്നും ഇവിടെ ഉണ്ടാക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇവിടെ തയ്യാറാക്കണ്ട, ഞാൻ അടുത്തുള്ള ഹോട്ടലിൽ പോയി കുറച്ച് പൊറാട്ടയും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാം എന്ന് നമ്മളെ ഭാര്യനോട് പറഞ്ഞാൽ ഭാര്യ പറയുന്നത്, ഹേയ് വേണ്ടട്ടോ, ആ വേണ്ടട്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം, വെറുതെ എന്തിനാ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കുട്ടികളെ വയറ് കേടാക്കുന്നു എന്ന് നമ്മുടെ ഭാര്യ പറയും. ഇനി നിങ്ങൾ നോക്കിക്കോ, വേറൊരു ദിവസം ഭാര്യ വളരെ ക്ഷീണിതയായി കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തു? നല്ല തിരക്കുണ്ട്, നമുക്ക് ഹോട്ടലിൽ പോകാനോ വാങ്ങിക്കൊടുക്കാനോ ഒന്നും നമുക്ക് സമയമില്ല, തിരക്ക് പിടിച്ച് നമ്മൾ ഓടുകയാണ്. ഓടുന്ന സമയത്ത് ഒന്നും പറയില്ല. വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്ത് നമ്മളെ യാത്ര പകുതിയായ ഫോണ് വരും. കകല്ലേ, ആ നിങ്ങളെ ഞാൻ പനിച്ചു കിടന്ന കണ്ടീനോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, എനിക്ക് വാമ്പിച്ച പനിയാ. എന്നാ ഉണ്ടാവില്ല ഒരു പുതിയാപ്പിളയാണ്, ഒന്ന് ചോദിക്കുക, എന്താണ് ഫാത്തിമ എനിക്ക് പറ്റിയെന്ന് ചോദിക്കുക, ഗുളിക ഉണ്ടോയെന്ന് ചോദിക്കുക, മരുന്നുണ്ടോയെന്ന് ചോദിക്കുക, കാണിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുക, അല്ല ഇവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോയെന്ന് ചോദിക്കുക. എന്തേലും ഒരു അക്ഷരം നിങ്ങൾ ചോദിച്ചോ? വലിയ താടിയും വെച്ച് നെരിയാണിക്ക് മേലെ പേൻ്റ് വിട്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി. നിങ്ങൾ പുതിയാപ്പിളയാണോ? നിങ്ങൾ എന്ത് പുതിയാപ്പിളയാണ്? നിങ്ങളൊന്ന് ആലോചിച്ചു. ഭർത്താക്കന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ പറയുക? നമ്മുടെ പരിഗണന നമ്മുടെ ഭാര്യമാർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ പരിഗണിക്കാൻ, ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും അവരെ പരിഗണിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്നാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ ഒരു കാര്യം കൂടെ എനിക്കിവിടെ പറയുള്ളതെന്ന് വെച്ചാൽ, ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ വെച്ചാൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ രണ്ടുപേരും വന്ന് ഭർത്താവ് പറഞ്ഞു, പറ്റൂല കേട്ടോ, ഇവളൊപ്പം ജീവിക്കാൻ ഇനി പറ്റൂല. കുറേ കാലം ഞാൻ ക്ഷമിച്ചു, ഇനി നമുക്ക് പറ്റൂല, ഒരു നിലക്കും പറ്റൂല. ഭാര്യ പറഞ്ഞു, മൂപ്പർക്ക് പറ്റൂല, എനിക്കും പറ്റൂല, ഞങ്ങളെ രണ്ടാളെ നിങ്ങളൊന്ന് ഒഴിവാക്കി തന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പ്രശ്നമെന്ന് അറിയുമോ? അദ്ദേഹം ചോദിച്ചു, എന്താണ് ഭർത്താവിനോട് ചോദിച്ചാൽ എന്താ പ്രശ്നം? ജീവിതത്തിൽ ഇന്നുവരെ എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിയിട്ടില്ല, ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല. എൻ്റെ ഭാര്യ 11:30 മണിക്കാണ് എൻ്റെ ബെഡ്റൂമിൽ വരിക. അപ്പം ഞാനിങ്ങനെ കിടന്നിട്ടുണ്ടാവും. ഇവള് വരുന്ന കാണുമ്പോൾ എന്ത് ചെയ്യും? ഈ അടുക്കളയിലിട്ട ഡ്രസ്സ് ഇട്ടിട്ട് റൂമൊക്കെ കയറി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വലതുഭാഗം ചെരിഞ്ഞങ്ങോട്ട് കിടക്കും. ഞാൻ മനസ്സിലാക്കും, കുറേ ഞാൻ പറഞ്ഞു വെക്കും, എന്നിട്ടൊന്നും ശരിയാകണില്ല. അങ്ങനെ ഭാര്യനോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഭാര്യ പറയാണ്, സത്യത്തിൽ 11:30 മണിവരെ ഞാൻ അടുക്കളയിൽ എന്താ ചെയ്തെന്ന് എൻ്റെ ഭർത്താവിനോട് നിങ്ങൾ ചോദിക്കണം. ഞാനവിടെ ഡാൻസ് കളിക്കുകയല്ല, മോഹിനിയാട്ടം നടത്തുകയല്ല, അവിടെ നാടകം കാണുകയല്ല, സിനിമ കാണുകയല്ല, സീരിയൽ കാണുകയല്ല. എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി അവര് കഴിച്ച പാത്രം വൃത്തിയാക്കി നാളെ അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ ബെഡ്റൂമിലേക്ക് വരുന്ന സമയമാകുമ്പോൾ എൻ്റെ ഭർത്താവ് ഉണ്ടാവും വലതുഭാഗത്ത് ചെരിഞ്ഞിങ്ങനെ കിടന്നിട്ടുണ്ടാവും. അപ്പോൾ ഭർത്താവ് ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിക്കും, പഠിച്ചോനെ, ഞാൻ ആർക്കാണ് ഈ നല്ല ഡ്രസ്സ് ഇടുന്നത്? ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് അണിഞ്ഞൊരുങ്ങുന്നത്? എൻ്റെ ഒരു ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ ഡ്രസ്സിൽ തന്നെ കിടന്ന്, നല്ല ക്ഷീണമുണ്ട, ഞാൻ കിടന്നങ്ങോട്ട് ഉറങ്ങും. അപ്പോൾ ഭർത്താവ് പറയാണ്, അതെ, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, എൻ്റെ വാസന സഹിക്കേറ്റ് തിരിഞ്ഞു കിടന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ ഭർത്താവ് എങ്ങാനും ഈ കാര്യം ഒന്ന് ഭാര്യനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കണം. കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഭാര്യക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയിലും വിശ്വാസം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ആ കുടുംബ ജീവിതം തകരും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഭർത്താക്കന്മാരെ, നിങ്ങളെ ഫോണിന്റെ ലോക്ക് നിങ്ങളെ ഭാര്യക്ക് അറിയോ? ഇല്ലേ പ്രശ്നമാണ്. ഇനി നമ്മുടെ ഫോണിന്റെ ലോക്ക് ഭാര്യക്ക് അറിഞ്ഞില്ലെങ്കിൽ, ഭാര്യന്റെ ഫോണിന്റെ ലോക്ക് നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. എന്താ പ്രശ്നം എന്നറിയോ? ഞാനറിയാത്ത ലോക്കല്ലേ, അപ്പൊ എന്തൊക്കെയോ അതിൻ്റെ അകത്തുണ്ട്, എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്ത പലതും അതിൻ്റെ അകത്തുണ്ട്. ഇത് നടക്കൂല കേട്ടോ, ഞാൻ കാണിച്ചു തരാം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു, സംശയമാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം. അപ്പൊ നമ്മുടെ വീട്ടിൽ എന്നും ജോലിക്ക് വരുന്നൊരു സ്ത്രീ ഉണ്ട് നോക്ക്. ഇപ്പോൾ ജോലിക്ക് വരുന്ന സ്ത്രീ വരാൻ രാവിലെ 9 മണിയാകും രാവിലെ സ്ത്രീ വരാൻ. അപ്പം ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യാന്നറിയോ? നമ്മുടെ വീട്ടിലെ ഉമ്മ എന്ത് ചെയ്യും? വേഗം വില പിടിപ്പുള്ള സ്വർണവും പൈസയൊക്കെ ഉള്ള റൂം എന്ത് ചെയ്യും? ശരിക്ക് ആ ഷെൽഫൊക്കെ അടച്ച് പൂട്ടി അതിൻ്റെ ചാവി എവിടെയെങ്കിലും എന്ത് ചെയ്യും? ഉണ്ടാക്കും. അതെന്താ? അവള് വന്നാൽ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അവളെ വിശ്വാസമില്ല. ഈ വിശ്വാസക്കുറവ് ഒരു ഭാര്യക്ക് ഭർത്താവിനെയാണെങ്കിലോ ഒരു ഭർത്താവിന് ഭാര്യയാണെങ്കിലോ എന്തായിരിക്കും അവിടെ അവസ്ഥ? ഞാൻ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തുക. ജീവിതത്തിൽ എവിടെയാ സമാധാനം ഉണ്ടാകുക? എൻ്റെ ഭാര്യയിൽ എനിക്ക് വിശ്വാസമില്ല എങ്കിൽ ഒരു സെക്കൻഡ് പോലും എനിക്ക് ജീവിക്കാൻ പറ്റൂല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിക്കാൻ പറ്റൂല. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, ജീവിക്കാൻ നമ്മുടെ കാലുകൾ മുന്നോട്ട് നടത്തുന്നത് നമ്മുടെ ഭാര്യയിലുള്ള വിശ്വാസമാണ്. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഏറ്റവും അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് വിശ്വാസമുണ്ടാകണം. പിന്നെ മറ്റൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ള എന്തറിയാം? ഭാര്യമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ജോലിക്കാരിയല്ല. ശരിക്കും മനസ്സിലായിക്കോളേ, ജോലിക്കാരിയല്ല. ഇനി മൂപ്പരെ പ്രസംഗിക്കാൻ വിളിക്കരുത് കേട്ടോ എന്ന് നിങ്ങൾ ചിലപ്പോൾ പറയും. ഇനി അടുത്ത വാചകം കേൾക്കുമ്പോൾ എന്തറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? 11 ഭാര്യമാരുടെ ഭർത്താവാ. ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തുൽ ലിൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
സ്വന്തം വസ്ത്രങ്ങൾ അലക്കിയിരുന്നു. പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. സ്വന്തം വസ്ത്രങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലക്കിയിരുന്നു. നമ്മുടെ മനസ്സിലെന്താ? ഡ്രസ്സോ? അത് ഓള അലക്കണം, അത് അയൺ ചെയ്യലോ ഓള പണിയാണ്. അപ്പൊ എനക്കെന്താ പണി? എനിക്കൊന്നുമില്ല. രാവിലെ എങ്ങാനും അലക്കിയ ഡ്രസ്സ് ഇല്ലെങ്കിൽ, അയൺ ചെയ്ത ഡ്രസ്സ് ഇല്ലെങ്കിൽ, ബെൽറ്റ്, ഏത് നമ്മൾ പാൻറ്റിനിടുന്ന ബെൽറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ വിചാരിച്ച നമ്മൾ എന്നും വെക്കുന്ന സ്ഥലത്തില്ലെങ്കിൽ, ടാബ്, ഫോണിന്റെ ചാർജർ, നിങ്ങൾ നോക്ക്, രാവിലെ എണീറ്റിട്ട് നമ്മൾ പറയാം, ഫാത്തിമ ബെൽറ്റ് എവിടെ, ടാബ് എവിടെ, ഫോൺ എവിടെ, ചാർജർ എവിടെ, എൻ്റെ ഇന്നർ എവിടെ, എൻ്റെ അണ്ടർവെയർ എവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, വയഖ്തുമു നഫ്സ, സ്വന്തം കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വന്തം കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നു. മാത്രമല്ല, സ്വന്തം ഡ്രസ്സ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലക്കിയിരുന്നു. ഇങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി ചെയ്തു. എന്താ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമ്മൾ ചെയ്താൽ എന്താ കുറവ് വരിക, എന്താ നഷ്ടം വരിക? ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലായിക്കോളി. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത് ആരാന്നറിയോ? നമ്മുടെ ഭാര്യമാരാണ്. അത് ഏത് സമയത്താണെന്നറിയോ? രാവിലെയാണ്. രാവിലെ വീട്ടിൽ നിന്ന് പോകാൻ 3 മക്കളുണ്ടെന്ന് വെക്കുക. 3 മക്കൾ സ്കൂളിൽ പോകാണ്ട് നിൽക്കുക. 8 മണിക്ക് വണ്ടി വരും. 8 മണിക്ക് വണ്ടി വരും. 3 പേരെ എന്ത് ചെയ്യണം? കുളിപ്പിക്കണം. അവരുടെ ഡ്രസ്സ് അയൺ ചെയ്യണം. അവർക്ക് സ്നാക്സ് കൊടുക്കണം. അവർക്ക് ലഞ്ച് കൊടുക്കണം. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? എന്നെങ്കിലും പ്രിയപ്പെട്ടവർ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? രാവിലെ അടുക്കളയിൽ കയറിയാൽ രാത്രി 11 മണിക്കാണ് നമ്മുടെ ഭാര്യമാർ അവിടുന്ന് ഇറങ്ങി വരുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും അവരനുഭവിക്കുന്ന വേദനകളിൽ ഒന്ന് പങ്കാളിയാകാൻ, അവരെ ഒന്ന് സഹായിക്കാൻ, അവർക്ക് അവരുടെ മനസ്സുകൾക്ക് സന്തോഷം പകരുന്ന എന്തെങ്കിലും പറയാൻ, അവരുടെ മനസ്സുകളിൽ സമാധാനം പകരുന്ന എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ഇല്ലെങ്കിൽ പരിഹരിക്കണം. നമ്മളൊന്ന് ആലോചിച്ചു, ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് മക്കളെ കുളിപ്പിച്ചു കൊടുക്കാണ്. ഭാര്യനോട് പറയാം, ഫാത്തിമ ഈ ബേജാറാണ്ട, എന്തിനാ ഇത്ര ബേജാറ്, ഞാൻ കുളിപ്പിച്ചു തരാം മക്കളെ. എന്താ കുളിപ്പിച്ചു കൊടുത്താൽ? എന്താ മക്കളെ ഡ്രസ്സൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ? എന്താ മക്കളെ പാത്രത്തിൽ അവരുടെ ടിഫിൻ ബോക്സിൽ അവരുടെ ഭക്ഷണം ഒന്ന് ആക്കി കൊടുത്താൽ എന്താ പ്രശ്നം ഉണ്ടാകും? ഒരു പ്രശ്നവും ഇല്ല. അതിന് നമ്മൾ തയ്യാറല്ല. അതൊന്നും നമ്മളെ പണിയല്ല, അതൊക്കെ ഓള പണിയാണെന്ന് ആരാത് പറഞ്ഞത്? ഇവിടെയല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ആരാത് പറഞ്ഞത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാര്യങ്ങളിലും കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫീ മിഹനി അഹ്ലിഹി, ഭാര്യയെ സഹായിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അടുക്കളയിൽ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഗോതമ്പ് മാവ് കുഴച്ചു കൊടുത്തിരുന്നു. ആര്? അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിരീടം വെക്കാത്ത രാജാവ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കളയിൽ ഗോതമ്പ് മാവ് കുഴച്ചു കൊടുത്തിരുന്നു. എന്നിട്ട് കുഴക്കാൻ ഉപയോഗിച്ച വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് റസൂലുള്ളാഹി മുടി ഇങ്ങനെ ചെയ്യുക. അപ്പൊ റസൂലുള്ളാഹിനോട് ആയിഷ ബീവി ചോദിക്കുക, എങ്ങട്ടാ മൊഞ്ചനായിട്ട് പോകുന്നത്? റസൂലുള്ളാഹി പറയാ, പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മൊഞ്ചനായിട്ട് പോകണം. ഇതാണ് ഇസ്ലാമിക കുടുംബ ജീവിതം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏറ്റവും നല്ല ഭർത്താവ്. ഭാര്യമാരെ ആദരിച്ചു, സ്നേഹിച്ചു, ബഹുമാനിച്ചു, അർഹിക്കുന്ന പരിഗണന നൽകി, അവർക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തു. സന്തോഷിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹിയും കൂടെ ഇങ്ങനെ നടക്കുക. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നമ്മളൊന്നും ഓടില്ലേ, ഓട്ട മത്സരം നടത്തില്ലേ? രണ്ടുപേരും ഓടി. ആദ്യം റസൂലുള്ളാഹി തോറ്റു. അപ്പൊ റസൂലുള്ളാഹിനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പരാജയപ്പെടുത്തി, കളിയാക്കി, തമാശയാക്കി. കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും അവർ ഓട്ട മത്സരം നടത്തി. റസൂലുള്ളാഹി ജയിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അന്ന് എന്നെ തോൽപ്പിച്ചതിനുള്ള പകരാണ്. എന്തൊരു സന്തോഷ ജീവിതം, എന്തൊരു ആനന്ദ ജീവിതം, ആരും കൊതിച്ചു പോകുന്ന ജീവിതമല്ലേ ഇതല്ലേ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമുക്കും വേണ്ടത്? നമ്മൾ ഏറ്റവും പ്രധാനമായി ആലോചിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് സംതൃപ്തയാണോ? അവിടെയാണ് നമ്മൾ വിജയിക്കുക. അവിടെയാണ് നമ്മുടെ വ്യക്തിത്വം പ്രകടമാകുന്നത്. അവിടെയാണ് നമ്മളൊരു നല്ല ഭർത്താവാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ നന്മകൾ ചെയ്യുന്നതോടൊപ്പവും ആ നന്മകൾ നമ്മളിലേക്ക് ഒഴുകി വരണമെങ്കിൽ റബ്ബിന്റെ തൗഫീക്ക് വേണം. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു മരണം, ഒരു ആക്സിഡന്റ്. തിരൂരിലെ 3 കുട്ടികൾ, 4 കുട്ടികൾ യാത്ര ചെയ്തൊരു വാഹനമായിരുന്നു. ആക്സിഡന്റിൽ
3 പേര് അപ്പം തന്നെ മരിച്ചു. ഏറ്റവും വേണ്ടപ്പെട്ട മക്കളായിരുന്നു. അപ്പം ഞാൻ ആ വീട്ടിലേക്ക് മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി പോയിരുന്നു. രാത്രി 11-9:30 മണിക്കാണ് അവിടെ മയ്യത്ത് എത്തിയത്. സത്യത്തിൽ അവിടെ ചെന്നപ്പോൾ, ഒരു വീട്ടിൽ ചെന്നപ്പോൾ, കുട്ടി മരണപ്പെട്ട വ്യക്തിയുടെ ഒരു കുട്ടി 4 മാസം, ഒരാളുടെ കുട്ടി 4 മാസം. രണ്ടാമത്തെ വീട്ടിൽ ചെന്നപ്പോൾ 2.5 വയസ്സുള്ള മകൻ, ചെറുപ്പക്കാരൻ മരിച്ചു. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതം എപ്പോഴാണ് അവസാനിക്കാന്നറിയില്ല. ജീവിതം എപ്പോഴാണ് അവസാനിക്കാന്നറിയില്ല. ഭാര്യ മരിച്ചിട്ട് നമ്മളിങ്ങനെ പറയും, പഠിച്ചോനെ ഒരു നല്ല ഭർത്താവാകാൻ എനിക്ക് പറ്റിയില്ലല്ലോ, അവളെ നന്നായി സ്നേഹിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ, അവളൊന്ന് സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. എപ്പോൾ ഞാൻ ചെന്നിട്ട് ചീത്ത പറയലും അപഹസിക്കലും നിന്ദിക്കലും അതേപോലെ തന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് അവളെ പരിഹസിക്കലേക്കാണല്ലോ എൻ്റെ സമീപനം. പടച്ചോനെ ഞാനിനി ചെയ്യുക, മരിച്ചു പോയല്ലോ. ഇങ്ങനെ വേദനിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും നമ്മൾ ചിട്ടപ്പെടുത്തണം, ക്രമീകരിക്കണം. ഒരു നല്ല ഭർത്താവാണ്. ഒരൊറ്റ കാര്യം കൂടെ പറയാം, ഭാര്യയും ഭർത്താവും അതിൻ്റെ ഇടയിൽ ഒരൊറ്റ കാര്യം, ഭാര്യൻ്റെയും ഭർത്താവിൻ്റെ ഇടയിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, യുവാക്കളെ, നമ്മുടെ സ്വർഗം നമ്മുടെ ഉമ്മയാണ്. പിന്നെ ഉമ്മാൻ്റെയും ഭാര്യൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് പരിഹരിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരിക്കലും ഭാര്യനെ ചീത്ത പറഞ്ഞിട്ടോ ഉമ്മാനെ ചീത്ത പറഞ്ഞിട്ടോ അല്ല. അങ്ങനെ ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യനെ ഉമ്മാൻ്റെ മുമ്പിലിട്ട് ജാണ ചെയ്തല്ലേ, ആനക്ക് എന്താ ആനൊക്കെ എന്തിനു പറ്റും എന്ന് ഉമ്മാൻ്റെ മുമ്പിൽ 2 ഡയലോഗ് അടിച്ചാൽ ഓൻ വിചാരിച്ചെന്താറിയോ, ഉമ്മാൻ്റെ മുമ്പിൽ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഒക്കെ പരിഹരിച്ചെന്നാണ്. അത് പരിഹരിക്കപ്പെടില്ല. അതിനെന്ത് ചെയ്യുന്നറിയോ, ചില തന്ത്രപരമായ സമീപനങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അതിലൊന്നെന്താ വെച്ചാൽ, ഭാര്യമാർ മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ ഒരൊറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം, എൻ്റെ സമയം കഴിഞ്ഞു. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ, ഭാര്യൻ്റെ ഉമ്മയും പിന്നെ ഭാര്യയും തമ്മിൽ ഭയങ്കര പ്രശ്നം. അപ്പോൾ മൂപ്പരെന്ത് ചെയ്യുന്നറിയോ, ഭാര്യനോട് പറഞ്ഞു ശരിയാണ്, എൻ്റെ ഉമ്മയാണ്, എനിക്കൊരിക്കലും വെറുക്കാൻ കഴിയില്ല, എൻ്റെ സ്വർഗ്ഗമാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മാനെ വെറുപ്പിക്കാതെ നോക്കുക എന്നുള്ളത് എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്ടത്തിൻ്റെ ഭാഗമാണ്. എന്നോട് നിനക്ക് സ്നേഹമുണ്ടോ എങ്കിൽ എന്നെ ഉമ്മാനെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളത് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നീ എൻ്റെ ഉമ്മാനെ ഒരിക്കലും വെറുപ്പിക്കരുത്. എന്നിട്ട് 36 എന്താ ചെയ്തെന്നറിയോ, അടുക്കളയിലൊക്കെ ഇങ്ങോട്ട് ചെന്നിട്ട്, ഉമ്മ പിന്നെ ഉച്ചക്ക് ചോറ് വെക്കണ്ട, എത്ര അരി എടുക്കേണ്ടത്? സാധാരണ സ്വന്തം എടുക്കുന്ന ഈ സഹോദരി സ്വന്തമായിട്ട് എത്ര അരി വേണോ അത് സ്വന്തം എടുക്കലാണ്. ഉമ്മാനോട് ചോദിക്കാം, ഉമ്മ എത്ര അരി എടുക്കണം? അത് മോളെ ഒരു 2.5 എടുത്താൽ മതി. ഉമ്മ രാവിലെ നമുക്ക് നാളെ പിന്നെ പയറിൻ്റെ കറിയല്ലേ, അപ്പം പയർ എത്ര എടുക്കണ്ടേ? പിന്നെ ഉണ്ടല്ലോ ആ വീട്ടിൽ മോനെ ഒന്നല്ല ഈ ഉമ്മാക്ക് ഇഷ്ടം, മരുവോളിയാണ് ഇഷ്ടം. പിന്നെ ഏറ്റവും ഇഷ്ടം മോനല്ല മരുവോളിയാണ്. ഇങ്ങനെ ഉമ്മമാരെ പരിഗണിക്കുന്ന എന്തറിയോ, ഉമ്മാക്ക് തോന്നുകയാണ് എൻ്റെ മോൻ കെട്ടി, അതോടുകൂടി ഓൻ്റെ സ്നേഹം പോയി, ഓനെ പരിഗണിക്കുന്നില്ല, ശ്രദ്ധിക്കണില്ല. അപ്പം എന്തറിയോ, ഒരു പരിഗണന നമ്മൾ ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കാൻ ഒന്ന് ഭർത്താവും ശ്രദ്ധിക്കണം, ഭാര്യയും ശ്രദ്ധിക്കണം. 2 പേരും ഒന്നിച്ച് വിചാരിച്ചാൽ ഒരു നല്ല മാറ്റം ആ വീട്ടിലുണ്ടാകും. പിന്നെ വേറൊന്നും കൂടെ പറഞ്ഞുതരാം, എൻ്റെ ഉമ്മമാരെ, നമ്മൾ ഈ ചെറിയ മക്കളെയും കൂട്ടി ഇങ്ങനെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് മക്കൾ പറയും, ഇത് ഉമ്മച്ചി കണ്ടില്ലേ നല്ല ടോയ്സ്, അത് എനിക്കതൊന്ന് വാങ്ങിത്തരുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു കടയിൽ നിർത്തിയിട്ട് നല്ലൊരു ടോയ്സ് വാങ്ങിക്കൊടുക്കും. ടോയ്സ് വാങ്ങിക്കൊടുത്ത് ആ ടോയ്സുമായിട്ട് വീട്ടിൽ വന്ന് കുട്ടികൾ കളിക്കുന്ന കാണുമ്പോൾ എന്തൊരു സന്തോഷം നമുക്ക്. കുട്ടികളെ ആ ടോയ്സുമായിട്ട് കളിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ആനന്ദമായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ. ഉമ്മമാരെ, 25-23 വയസ്സാകുമ്പോൾ നമ്മുടെ ആൺകുട്ടികൾ കല്യാണം കഴിച്ചിട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെടുകയല്ല വേണ്ടത്, സന്തോഷിക്കണം, ആനന്ദിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.